ഹലോ ഹായ് വണക്കം മകളെ വണക്കം. അങ്ങനെ ഇന്ന് വീണ്ടും ഒരു ഹൊറർ സിനിമയായിട്ടാണ് തിരിയുന്നത്. ഇന്ന് ഞാനൊരു തായ്വാനീസ് ഹൊറർ മൂവിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഏറ്റവും കൂടുതൽ പോൾ ഇട്ട് കഴിഞ്ഞാൽ വരുന്നത് ഹൊറർ മൂവീസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഞാനും ഒരു ഹൊറർ ഫാനാണ്. അതുപോലെ തന്നെ കൂടുതലും ക്രൈം ത്രില്ലേഴ്സും ഒക്കെ കാണുന്ന ഒരാളാണ്. സോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഹൊറർ ഫാൻസ് ആണ്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കൂടുതൽ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിവേ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് വീണ്ടും ഒരു തായ്വാനീസ് ഹൊറർ മൂവിയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫൗണ്ട് ഫുട്ടേജ് ടൈപ്പാണ്. റീസെന്റ് ആയിട്ട് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ ഫൂട്ടേജ് എന്ന് പറയുന്ന സിനിമയും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. എനിവേ അത്തരത്തിലുള്ള ഒരു ഫൗണ്ട് ഫൂട്ടേജ് അങ്ങനെ കണ്ടെത്തിയ വിഷ്വൽസിലൂടെ നമ്മളെ കഥ പറയുന്ന ഒരു സ്റ്റൈലാണ് ഈ സിനിമയുടേത്. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഹൊറർ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരികയും പെട്ടെന്നൊരു ജംസ്കെയർ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് മൂവിയല്ല ഇത്. നമ്മളെ വ്ളോഗ് ഒക്കെ ചെയ്യുന്ന പോലെ ക്യാമറ എടുത്ത് ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ പോകുന്ന ഒരു ടൈപ്പ് മൂവിയാണ്. സോ നമുക്ക് ചിലപ്പോൾ ബോറടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ കണ്ട് കണ്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തോ അല്ലെങ്കിൽ നല്ല ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ സിനിമ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കയറി വരും. അതിങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഒരു സാധാരണ പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് ഭയവും ഇറിറ്റേഷനും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് കയറി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ രാത്രിയൊക്കെ ഒറ്റയ്ക്ക് കിടന്നാണ് ഈ മൂവി കാണുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ട് തന്നെ സിനിമ നിർത്താൻ തോന്നിയേക്കാം. കാരണം അത്രയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ച് നമ്മളെ വല്ലാണ്ടൊരു ടെൻഷനാക്കി നമ്മളെ വേറൊരു മൂഡിലേക്ക് കൊണ്ടെത്തിക്കും. പിന്നീട് അങ്ങോട്ട് കഥയുടെ ഒരു ലെവൽ വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് നമ്മളും ഈ സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങും. കഥാതന്തു ഇത്രയേ ഉള്ളൂ. ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിലേക്ക് മകളായി ഒരു പെൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിക്കുന്നു. അവളെ കൂടെ കൂട്ടുന്നതിനോടൊപ്പം തന്നെ അത് എല്ലാം ഒരു വീഡിയോ ആക്കി തൻ്റെ ജീവിതത്തിന്റെ ഓർമ്മകളുടെ ഭാഗമാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിനൊപ്പം തന്നെ പാരലായി ഒരു കഥയും കൂടി അവർ പറഞ്ഞു വരുന്നുണ്ട്. സോ ഈ കഥകൾ എവിടെ കണക്ട് ആവുന്നു, എങ്ങനെ കണക്ട് ആവുന്നു എന്നൊക്കെ ഉള്ളത് സിനിമ കണ്ട് മനസ്സിലാക്കുക. വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ ഈ സിനിമയിലുണ്ട്. സോ കണ്ടു നോക്കാവുന്ന ഒരു ഗംഭീര ഹൊറർ സിനിമയാണ് ഇൻകാന്റേഷൻ. ഈ സിനിമ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സിനിമ കിട്ടാത്തവർക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ മൂവി അവൈലബിൾ ആയിരിക്കും. സോ മൂവി അവിടെ നിന്ന് കാണുക. അപ്പോൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസ് വീണ്ടും കാണാം. അതുവരേക്കും